വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മാർക്കോസ് രചിച്ച നമ്മുടെ കർത്താവ് ഈശോയുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 3, 20 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. യേശുവും ബേൽസെബൂലും. അനന്തരം അവൻ ഒരു ഭവനത്തിൽ പ്രവേശിച്ചു. ജനങ്ങൾ വീണ്ടും വന്നുകൂടിക്കൊണ്ടിരുന്നു. തന്മൂലം ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. അവന്റെ സ്വന്തക്കാർ ഇത് കേട്ട് അവനെ പിടിച്ചുകൊണ്ടു പോകാൻ പുറപ്പെട്ടു. കാരണം അവന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് അവർ കേട്ടിരുന്നു. ജെറൂസലേമിൽ നിന്ന് വന്ന നിയമജ്ഞർ പറഞ്ഞു, അവനെ ബേൽസെബൂൽ ആവേശിച്ചിരിക്കുന്നു. പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് അവൻ പിശാചുക്കളെ പുറത്താക്കുന്നത്. അവൻ അവരെ അടുത്ത് വിളിച്ച് ഉപമകൾ വഴി അവരോട് പറഞ്ഞു, സാത്താന് എങ്ങനെയാണ് സാത്താനെ പുറത്താക്കാൻ കഴിയുക? അന്ധഛിദ്രമുള്ള രാജ്യം നിലനിൽക്കുകയില്ല, അന്ധചിത്രമുള്ള ഭവനവും നിലനിൽക്കുകയില്ല. സാത്താൻ തനിക്കു തന്നെ എതിരായി തലയുയർത്തുകയും ഭിന്നിക്കുകയും ചെയ്താൽ അവന് നിലനിൽക്കുക സാധ്യമല്ല. അത് അവന്റെ അവസാനമായിരിക്കും. ശക്തനായ ഒരുവന്റെ ഭവനത്തിൽ പ്രവേശിച്ച് വസ്തുക്കൾ കവർച്ച ചെയ്യണമെങ്കിൽ ആദ്യമേ അവനെ ബന്ധിക്കണം. അതിനുശേഷമേ കവർച്ച നടത്താൻ കഴിയൂ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യമക്കളുടെ എല്ലാ പാപങ്ങളും അവർ പറയുന്ന ദൂഷണങ്ങളും ക്ഷമിക്കപ്പെടും. എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവന് ഒരു കാലത്തും പാപത്തിൽ നിന്ന് മോചനമില്ല. അവൻ നിത്യപാപത്തിന് ഉത്തരവാദിയാകും. അവൻ ഇങ്ങനെ പറഞ്ഞത് തനിക്ക് അശുദ്ധാത്മാവുണ്ട് എന്ന് അവർ പറഞ്ഞതിനാലാണ്. മനസാക്ഷിക്കെതിരായ നിലപാട് നാശത്തിലേക്ക് വഴിതെളിക്കും. യേശു തന്റെ പരസ്യ ജീവിതകാലത്ത് നന്മ ചെയ്തുകൊണ്ട് ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരുന്ന അവസരത്തിൽ തന്നെ ഭവനങ്ങളിൽ ആവശ്യാനുസൃതം സന്ദർശനവും നടത്തിക്കൊണ്ടിരുന്നു എന്ന് വേണം വിചാരിക്കാൻ. അങ്ങനെ ഒരു ഭവന സന്ദർശന വേളയിൽ അവിടെ ഉണ്ടായതിനെ പറ്റിയുള്ള പരാമർശനങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ ഇതിവൃത്തം തന്നെ. യേശു ആ ഭവനത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അയൽവക്കക്കാര് ആ ഭവനത്തിലേക്ക് ഒഴുകിയെത്താൻ തുടങ്ങി. അങ്ങനെ വരുന്നവരിൽ പലരും തന്നെ രോഗികളായിട്ടുള്ള ആളുകളുണ്ട്, പല വിധത്തിലുള്ള അവശതകൾ അനുഭവിക്കുന്ന വ്യക്തികളുണ്ട്. ഇവർ യേശുവിനെ സമീപിച്ചുകൊണ്ടേയിരുന്നു. ഇങ്ങനെ വരുന്ന ജനങ്ങളെ യേശു ശ്രദ്ധാപൂർവം ഓരോരുത്തരെയും ശ്രമിച്ച് അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് പരിഹാര മാർഗത്തിലെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിൽ ആത്മാർത്ഥമായിട്ട് വ്യാപൃതനായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള പ്രവർത്തനത്തിൽ ഭക്ഷണം കഴിക്കുന്ന പോലും സമയം ലഭിക്കാൻ ഇടവരാതെ യേശു അവരുടേതായിട്ടുള്ള ആവശ്യങ്ങളിൽ മുഴുകി അവരെ സഹായിക്കുന്ന പ്രക്രിയയിൽ മുഴുകാൻ ഇടവന്നു എന്നാണ് സുവിശേഷകൻ നമ്മോട് പറഞ്ഞു തരുന്നത്. ഈ സ്ഥിതിവിശേഷം കണ്ടും കേട്ടും യേശുവിന്റെ തന്നെ കുടുംബാംഗങ്ങളിൽ ചിലർക്ക് യേശുവിനെ പറ്റി മാനസികമായിട്ടുള്ള സമതല തെറ്റിയോ ഇവന് എന്ന് തോന്നത്തക്ക വിധത്തിലുള്ള അഭിപ്രായങ്ങളാണ് ഉണ്ടായത്. ഭക്ഷണം പോലും കഴിക്കാതെ ഇത്ര കണ്ട് താല്പര്യപൂർവ്വം മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ വ്യാപൃതനായി കണ്ടപ്പോ അതൊരു മാനസിക രോഗത്തിന്റെ ലക്ഷണമായിട്ട് സ്വന്തം കുടുംബാംഗങ്ങളിൽ തെറ്റിദ്ധരിക്കാൻ ഇടവന്നിട്ട് ഒരു വിധത്തിൽ പറഞ്ഞാൽ ബലമായി തന്നെ യേശുവിനെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ അവർ പരിശ്രമിക്കുന്നതായിട്ട് നാം സുവിശേഷത്തിൽ വായിക്കുന്നു. യേശു ആ പരിശ്രമങ്ങളെ അവഗണിച്ചുകൊണ്ട് തന്റേതായിട്ടുള്ള ദൗത്യം തുറന്നു കൊണ്ടുപോവുകയാണ്. ഈ അവസരത്തിലാണ് അവിടെ വന്നു ചേർന്നിരിക്കുന്ന ആളുകളിൽ ജെറൂസലത്തിൽ നിന്ന് വന്ന ഒരു പറ്റം നിയമപണ്ഡിതന്മാർ യേശുവിനെതിരായിട്ട് ഒരു തേജോവധ പ്രയോഗം തന്നെ നടത്താൻ മുന്നോട്ട് വരികയാണ്. അവരുടേതായിട്ടുള്ള ഉത്തമ ബോധ്യങ്ങൾക്ക് അനുസരിച്ചല്ല അവരത് പറഞ്ഞു എന്ന് യേശുവിന് നന്നായിട്ട് അറിയാം. അവരുടെ നിക്ഷിപ്ത താല്പര്യത്തിന്റെ അടിസ്ഥാനത്തില് ഇത് തന്നെ അവസരമെന്ന് വിചാരിച്ചുകൊണ്ട് അവർ തൊടുത്തു വിടുകയാണ് യേശുവിനെതിരായിട്ടുള്ള ഒരു തേജോവധ പ്രക്രിയ. യേശുവിൽ പ്രേതബാധയുണ്ട്, പിശാച് ബാധിച്ചതുകൊണ്ടാണ് അവൻ ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്, രോഗശാന്തി നൽകുന്നത് എന്ന രീതിയിൽ അവർ പ്രചരിപ്പിക്കുകയും പിശാചിന്റെ തലവനായിട്ട് ബെൽസെബൂൽ
അവനിൽ ആവസിച്ചുള്ളത് കൊണ്ടാണ് അവന്റെ പ്രവർത്തനം ഭക്ഷണം പോലും കഴിക്കാതെ മുന്നോട്ട് പോകാൻ ഇടവരുന്നത് എന്ന രീതിയിൽ അവർ പ്രചരിപ്പിക്കാൻ ഇടവരുന്നു. ഇത് സത്യത്തിൽ പറഞ്ഞാൽ യേശുവിന്റെ ഹൃദയത്തെ സ്പർശിച്ചു. ഹൃദയഭേദകമായി തോന്നി യേശുവിനെ. യേശു അവരോട് യുക്തിഭദ്രമായ രീതിയിൽ മറുപടി എന്ന രീതിയിൽ സംസാരിച്ചതിന് ശേഷം നിത്യസനാതനമായിട്ടുള്ള ഒരു സത്യം വെളിപ്പെടുത്താനും യേശു തയ്യാറാകുകയാണ്. ഈ സാഹചര്യം പ്രമാണിച്ച് യേശു പറയുന്നു, മനുഷ്യൻ എന്ന നിലയിൽ തെറ്റുകൾ സംഭവിക്കാം. തെറ്റ് ചെയ്യുക എന്നുള്ളത് മനുഷ്യന് സഹജമാണ്. ബലഹീനതകളും കുറ്റങ്ങളും മനുഷ്യന്റെ ഉണ്ടാകാം. അങ്ങനെ തെറ്റ് ആണ് എന്ന് മനസ്സിലാകുമ്പോൾ അത് തിരുത്താൻ ഉള്ള പരിശ്രമമാണ് മനുഷ്യനിൽ നിന്ന് വേണ്ടത്. അതാണ് യേശു തുടർന്നുള്ള ആ പ്രസ്താവനയിൽ പറയുന്നത്. മനുഷ്യപുത്രനെതിരായിട്ടുള്ള പാപങ്ങൾ ക്ഷമിക്കപ്പെടും എന്ന് പറയുന്നതിന്റെ അർത്ഥമായിട്ട് നാം മനസ്സിലാക്കേണ്ടത്. എന്നാൽ യേശു തുടർന്ന് വ്യക്തമാക്കിയാണ്, സ്വന്തം മനസ്സാക്ഷിക്കെതിരായിട്ട്, ബോധ്യങ്ങൾക്കെതിരായിട്ട്, മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് പോലും കരുതിക്കൂട്ടി തേജോവധ പ്രക്രിയ നടത്താൻ ഇടവരുന്ന, ഭീഷണിപ്രയോഗങ്ങൾ നടത്താൻ ഇടവരുന്ന അവരുടെ തെറ്റുകൾ ക്ഷമിക്കപ്പെടാൻ ഇടവരികയില്ല. അതാണ് യേശുവിന്റെ വാക്കുകളിൽ കൂടെ വ്യക്തമാക്കുന്നത് അരൂപിക്കെതിരായിട്ടുള്ള പാപങ്ങൾ എന്നതുകൊണ്ട് നാം ഉദ്ദേശിക്കേണ്ടത്. കാരണം അവിടെ പശ്ചാത്താപത്തിന് പ്രസക്തിയില്ല. പശ്ചാത്താപത്തിന് പ്രസക്തിയില്ലെങ്കിൽ മാനസാന്തരത്തിന്റെ അർത്ഥവും അവിടെ അന്വർത്ഥമല്ല. അതുകൊണ്ടാണ് ആ പാപങ്ങൾ ക്ഷമിക്കപ്പെടാൻ സാധ്യതയില്ല എന്ന് യേശു അവിടെ പ്രസ്താവിക്കുന്നത്. ഇവരുടേതായിട്ടുള്ള ബെൽസെബൂൽ ആവാസിച്ചുകൊണ്ടാണ് യേശു ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്ന് കരുതിക്കൂട്ടിയുള്ള ഈ നിയമപണ്ഡിതന്മാരുടെ പ്രയോഗം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് യേശു ഈ സത്യം വെളിപ്പെടുത്താൻ തയ്യാറാകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിൽ നിന്ന് ഒരു യാഥാർത്ഥ്യം യേശുവിന്റെ മനസ്സ് അനുസരിച്ച് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മനസാക്ഷിക്കെതിരായിട്ട്, ഉത്തമ ബോധ്യങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന മനുഷ്യൻ ഏതായാലും ആരൊക്കെയായാലും അവന്റെ ജീവിതം ദുരിതപൂർണമാകാനേ അത് ഉപകരിക്കുകയുള്ളൂ എന്നതാണ് സത്യമെന്ന് നാമം ഗ്രഹിച്ചെടുക്കുക എന്നതാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ സന്ദേശമായിട്ട് നമുക്ക് കരുതാവുന്നത്.